ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ എന്താണെന്ന് നോക്കണേ, ഉപന്യാസം അല്ലെ. നമ്മളെയൊക്കെ കഷ്ടപ്പെടുന്ന ഒരു ചോദ്യമാണ് ഉപന്യാസം. 6 മാർക്കിന്റെ ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഉപന്യാസം എഴുതേണ്ടതെന്ന് നോക്കിയാലോ നമുക്ക്. ഉപന്യാസം എഴുതുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള ആകർഷകമായി എഴുതുന്ന ഗദ്യലേഖനത്തെയാണ് നമ്മൾ ഉപന്യാസം എന്ന് പറയുന്നത്. ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. ആമുഖമുണ്ട്, പ്രതിപാദ്യം, അതായത് ബോഡി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയില്ലേ. നമ്മളിങ്ങനെ വിഷയം വിശകലനം ചെയ്ത് എഴുതുന്നതിനാണ് ബോഡി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്, ഉപസംഹാരം അല്ലെങ്കിൽ കൺക്ലൂഷൻ, അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. ഇങ്ങനെ 3 ഘടകങ്ങളാണ് നമ്മുടെ ഉപന്യാസത്തിന്റെ ഘടനയിൽ നമുക്കുള്ളത്. അതിൽ ആമുഖം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ ആമുഖം എന്ന് പറയുന്നത്. വിഷയത്തെ നമുക്ക് പരിചയപ്പെടുത്താണ്. അപ്പൊ എന്താ നമുക്ക് കർഷകരുടെ പ്രശ്നം അല്ലെ. നമുക്ക് കർഷകരുടെ പ്രശ്നം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഉപന്യാസം എഴുതാൻ ചോദിച്ചെങ്കിൽ അതിൽ ആമുഖത്തിൽ എന്താണ്, ആ വിഷയത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. അതേപോലെ പാഠഭാഗത്തോട് ബന്ധമുണ്ടെങ്കിൽ അതും നമ്മൾ ഉൾപ്പെടുത്തണം. ഉണ്ട് അല്ലെ. മാർക്കോസ് ചേട്ടന്റെ ഏതാണ് ആ വാഴവെട്ട് എന്ന് പറയുന്ന പാഠവുമായിട്ട് ബന്ധപ്പെടുത്താം. ലളിതമായ ഭാഷയിൽ വിഷയ കേന്ദ്രീകൃതമായിരിക്കണം. അതായത് പല വഴിയിലേക്ക് നമ്മൾ അങ്ങ് തെറ്റിപ്പോകാൻ പാടില്ല. എന്താണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന വിഷയം, അതിന്റെ ഊന്നിക്കൊണ്ട് അല്ലെ, അതിന്റെ കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പ്രതിപാദ്യ വിഷയമാണ് വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ. അപ്പൊ നമ്മൾ ഉപന്യാസം തിരഞ്ഞെടുക്കുന്ന വിഷയം, നമ്മൾ 3 ഓപ്ഷൻ ഉണ്ടാവും നമുക്ക് 6 മാർക്കിന്റെ ചോദ്യത്തിൽ അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഒഴിവാക്കണം, 2 എടുക്കണം. അപ്പൊ നമുക്ക് ഏറ്റവും ധാരണയുള്ള ഒരു വിഷയം തന്നെയായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഉപന്യാസമാണെങ്കിൽ ഉപന്യാസം എഴുതുന്ന വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവണം. കാര്യകാരണ സഹിതം ഉദാഹരണ സഹിതം നമുക്കത് വിശകലനം ചെയ്യാം. ഖണ്ഡികകൾ തിരിച്ചല്ലേ. ഖണ്ഡിക എന്ന് പറഞ്ഞാൽ എന്താണ്, പാരഗ്രാഫുകളാണ് കേട്ടോ മക്കളെ. പാരഗ്രാഫ് തിരിച്ച്, അതായത് ഇങ്ങനെ അല്ലെ, ഇങ്ങനെയാണ് നമ്മളൊരു പാരഗ്രാഫ് തുടങ്ങുന്നത്. കണ്ടോ, ഇതൊരു വിഷയം അല്ലെ. ഒരു സബ്ജക്റ്റിൽ ഒരു പാരഗ്രാഫിൽ ഇങ്ങനെ എഴുതുക. അടുത്ത ഒരു പോയിന്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ അടുത്ത പാരഗ്രാഫിൽ എഴുതുക. അടുത്ത പോയിന്റ് എന്ത് ചെയ്യുക, അടുത്ത പാരഗ്രാഫിൽ എഴുതുക. അടുത്ത പോയിന്റ് അടുത്ത പാരഗ്രാഫിൽ എഴുതുക. ഇങ്ങനെ പാരഗ്രാഫുകൾ തിരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉപന്യാസം എഴുതേണ്ടത് കേട്ടോ. പിന്നെ ഉദ്ധരണി, കോട്സുകളൊക്കെ ഉണ്ടാവില്ലേ, കവിവാക്യങ്ങൾ, കവിത പ്രയോഗങ്ങൾ, ശൈലി, ഇങ്ങനെ വിഷയത്തോട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപന്യാസത്തിൽ ഉൾപ്പെടുത്താം. അവസാനത്തതാണ് ഉപസംഹാരം എന്ന് പറയുന്നത്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. അവസാനത്തെ ഖണ്ഡിക, അവസാനത്തെ പാരഗ്രാഫാണ്. നമ്മളുടെ അഭിപ്രായത്തിന് അവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള, കർഷകർ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യാൻ നമുക്ക് അവിടെ എഴുതാം. നമ്മളുടെ നിരീക്ഷണം, അപഗ്രഥനം, നിഗമനം ശുഭപ്രതീക്ഷയോടുകൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, പ്രചോദനാത്മകമായ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ഉപന്യാസം നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ഒന്നുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ഘടന പാലിക്കണം. ഈ 3 ഘടന നമ്മൾ, അതായത് ആമുഖം ഉണ്ടാവണം, പ്രതിപാദ്യ വിഷയം ഉണ്ടാവണം, കൺക്ലൂഷൻ ഉണ്ടാവണം. ഇങ്ങനെ 3 ഘടനകൾ നമ്മൾ പാലിക്കണം. ശക്തമായ ലളിതമായ ഭാഷയിൽ അല്ലെ. അപ്പൊ ഉപന്യാസമൊക്കെ ആകുമ്പോൾ നീട്ടിപ്പരത്തി അങ്ങ് ഗുജറാത്തിൽ പോയി അങ്ങനെയുള്ള നീണ്ട സെന്റൻസ് ഒന്നും എഴുതരുത്. വൃത്തിയിൽ ലളിതമായ അല്ലെ, ഓരോ നമുക്ക് കാര്യം മനസ്സിലാവുന്ന രീതിയിലുള്ള സെന്റൻസ് ആണ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. നല്ല കയ്യക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയിൽ നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കണം. ഖണ്ഡികകൾ, പാരഗ്രാഫുകൾ തിരിച്ചെഴുതണം. ഉചിതമായിട്ടുള്ള പദങ്ങൾ, അറിയാത്ത പദങ്ങളൊന്നും കൊണ്ടുപോയി എഴുതി ഷൈൻ ചെയ്യാന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ പൊട്ടത്തെറ്റായിരിക്കും. നമുക്ക് അറിയാവുന്ന നല്ല പദങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതുക. വിഷയാധിഷ്ഠിതം, എന്താണോ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന വിഷയം അതിലൂന്നിക്കൊണ്ട് അതിലധിഷ്ഠിതമായ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ എന്താണ്, ഉദാഹരണ സഹിതം വിശകലനം ചെയ്യുക. സ്വന്തം അഭിപ്രായം, സ്വാഭിപ്രായം എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉപന്യാസം എഴുതുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കറക്റ്റായിട്ട് എഴുതുമല്ലോ, അറിയാത്ത ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. പരീക്ഷയ്ക്ക് ഉപന്യാസം ചോദിച്ചാൽ 6 മാർക്ക് വാങ്ങൂലേ? കമന്റ് ചെയ്യണേ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉഷാറായിട്ടിരിക്കുക. ബൈ.